സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി വരുണും രാധികയും അതുപോലെ ദേവനാരായണനും ആരുമില്ലാത്ത തക്കത്തിന് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പറയണേ, നമ്മൾ നേരെ അകത്തേക്ക് ചെല്ലുന്നു. ആ ജയഭാരതിയോട് പറയാനുള്ളതെല്ലാം അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവരെ നാണം കെടുത്തി വിടും. അപമാനിക്കാവുന്നിടത്തോളം അപമാനിക്കും. അപമാനഭാരം സഹിക്കാനാവാതെ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവരുടെ കൂടെ വരുണും കൂടി ഞാനും കൂടി മുത്തശ്ശിയുടെ കൂടെ വരാം എന്നും പറഞ്ഞിറങ്ങുന്നതിൽ നിനക്ക് വിരോധോ സങ്കടമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കെന്ത് സങ്കടം? അത് കാണാനല്ലേ മുത്തശ്ശി ഞാനും കാത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് വരുൺ മുത്തശ്ശീനെ കൊണ്ട് ഇറങ്ങിയ പിന്നെ അവൻ അങ്ങോട്ട് പോകാനാ? കണിമംഗലത്തേക്ക് എന്താണെങ്കിലും തിരിച്ചു കയറി ചെല്ലാൻ പറ്റില്ല. പിന്നെ അവൻ ആ തള്ളേനെ കൊണ്ട് നേരെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അവിടെ ഇറങ്ങിയാലും ജീവിക്കാൻ മാർഗത്തിന് വേണ്ടി തെരുവിൽ വരുന്നവരോടൊക്കെ കൈ യാചിച്ച് നിൽക്കേണ്ടി വരും. ആ അവസ്ഥയിൽ അവനെയും ആ തള്ളേനെ എനിക്കൊന്ന് കാണണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ പോകുന്ന ഏറ്റവും നല്ല കാഴ്ച അത് തന്നെയായിരിക്കും മുത്തശ്ശി. എന്നാൽ പിന്നെ നീ വേഗം വാ, നമുക്ക് സമയം കളയണ്ട. അവൻ ഇല വെട്ടി വാടുന്നതിന് മുമ്പേ നമുക്ക് ആ ജയഭാരതി അമ്മേനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാം. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും അകത്തേക്ക് കയറുവാണ്. ഇതേ സമയം രാധികയാണെങ്കിൽ പൊതി വാങ്ങിച്ചവർക്കൊക്കെ പൊതിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പലർക്കും രാധിക പൊതി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം ഒരു ചേച്ചി പറയണേ, അതേ മോളൻ പൊതി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ അവിടെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കാണ്. അതേക്കുന്നതിന് രാധിക ചോദിക്കണേ, അയ്യോ ചേച്ചി അതെന്താ? അത് മറ്റൊന്നുമല്ല, ആറ്റുവേശ്വരി സദ്യയിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, അങ്ങേരിപ്പോൾ ഏതു നേരം അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ അതേ രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കി തരാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത്. നീ സമയം കിട്ടുമ്പോൾ രാധിക മോളുടെ അരികിൽ ചെന്ന് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന അങ്ങേര് പറയുന്നത്. ശരിക്കും രാധിക മോളെ ഒരു പാചക ക്ലാസ് കൂടി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ഉപകാരമായിരിക്കും. അന്നേരം അവരുടെ കൂടെ നിന്ന് ചേച്ചിയും പറയണേ, അത് ശരിയാ മോളെ പറഞ്ഞത്. മോളൊരു ക്ലാസ് തുടങ്ങുന്നുണ്ടെങ്കിലുണ്ടല്ലോ എനിക്കും കൂടി അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ. എൻ്റെ വീട്ടിലും കെട്ടിയോൻ ഇത് തന്നെയാണ് പറയുന്നത്. ഈ സമയം വേറൊരു ചേട്ടനും പൊതി വാങ്ങാനായിട്ട് അവിടെ എത്തുന്നുണ്ട്. അന്നേരം ആ ചേച്ചി ചോദിക്കണേ, അല്ല മോളെ ഈ കറിക്കുട്ടികളിലേക്ക് രഹസ്യം എന്താ ഇതിന് ഇത്രയധികം സ്വാദ് കൂടുന്നത്? ഞങ്ങൾക്ക് എന്തേലുമൊക്കെ ഒന്ന് പറഞ്ഞു തന്നേ, ഞങ്ങളും അത്യാവശ്യം ഒന്ന് ഭർത്താക്കന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കട്ടെ. അന്നേരം രാധിക പറയണേ, അയ്യോ ചേച്ചി ആറ്റുവാശ്ശേരിയിലെ സദ്യയുടെ രുചിക്കൂട്ടൊന്നും പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സദ്യക്ക് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? അന്നേരം ആ ചേട്ടൻ പറയണേ, അത് മോള് പറഞ്ഞത് കാര്യമുണ്ട്, അത് അവരുടേതായ രുചിക്കൂട്ടല്ലേ. ഇപ്പോൾ അതല്ല അവരുടെ വരുമാന മാർഗം. അപ്പോൾ നമ്മളത് ചോദിക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അത് ശരിയാ, എന്താണെങ്കിലും മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു പൊതിച്ചോറ് കിട്ടിയാൽ മതി, അങ്ങേർക്കത് മതി. ഈ സമയം രാധിക സന്തോഷത്തോടെ പറയണേ, എന്താണെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ടാണ് ഇങ്ങനൊരു ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചത്. എന്നാൽ അതുകൊണ്ട് ഇത്രയും പേരുടെ വാക്കിൽ നല്ല നല്ല വാക്കുകളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പോൾ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. കൂടുതൽ സന്തോഷമായതേ ഉള്ളൂ. ഈ സമയത്തായിരിക്കും രാധികയുടെ ഫോണിലേക്ക് യശോദ വിളിക്കുന്നത്. അങ്ങനെ യശോദ പറയുന്നതെല്ലാം കേട്ട് അവിടെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി രാധിക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെടുക. എന്നാൽ ശരി, ഞാൻ ഉടനെ വീട്ടിലേക്ക് എത്താം അമ്മേ. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് വേഗം പുറപ്പെടാൻ നിൽക്കുവാണ്. ഈ സമയം ആ ചേച്ചി ഒതുക്കണേ, എന്തുപറ്റി മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോകണം. എന്നാൽ ശരി മോളെ, പിന്നെ നാളെ 3-4 പൊതി കൂടുതൽ വേണം. വീട്ടിൽ 2-3 ഗസ്റ്റ് ഉണ്ട്. അതെല്ലാം ശരിയാക്കാൻ ചേച്ചി. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. ഈ സമയം യശോദയാണെങ്കിൽ തന്നെ കൊണ്ട് കഴിയും വണ്ണം പ്രിയങ്കേനെയും മുത്തശ്ശീനെയും അകത്തേക്ക് കയറാതെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അമ്മേ, മര്യാദക്ക് പ്രിയങ്ക മോളെയും കുട്ടി ഇവിടെ നിന്ന് പോക്കോ, അകത്തേക്ക് കയറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതെന്താടി സമ്മതിക്കാത്തത്? ഇതേ എൻ്റെ വീടാണ്, എന്നെ ഇവിടെ തടഞ്ഞു നിർത്താനേ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഞാൻ കാണാൻ പാടില്ലാത്ത പലരും അകത്ത് കയറ്റി വെച്ചിട്ടുണ്ടോ നീ? ഓ, അത് പറഞ്ഞപ്പോൾ ഓർത്തത്, ഇവിടെ ഇപ്പോൾ പുതിയൊരു അതിഥി വന്ന് താമസിക്കുന്നുണ്ടല്ലോ, കണിമംഗലത്തെ ജയഭാരതി അമ്മ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേടി നീ പോയി കാണിച്ചു കൂട്ടുന്നതൊക്കെ. എന്താണെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ ഇവിടുത്തെ പുതിയ അന്ത്യവാസിയും കൂടി ഞങ്ങളൊന്ന് കണ്ട് സംസാരിച്ചിട്ട് പോയേക്കാം. ഒന്നുമില്ലെങ്കിലും പരിചയം ഒന്ന് പുതുക്കാമല്ലോ. മാറി നിൽക്കുക യശോദേ. അമ്മയോടല്ലേ പറഞ്ഞത് മാറി നിൽക്കാൻ? ഇതേ മുത്തശ്ശിയുടെ വീടാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിലക്കാമെന്ന് ആരും വിചാരിക്കണ്ട, അങ്ങോട്ട് മാറ് എന്നും പറഞ്ഞ് യശോദയെ തള്ളിമാറ്റി പ്രിയങ്കയും സുകുമാരിയും കൂടി അകത്തേക്ക് ഇടിച്ചു കയറുവാണ്. ഈ സമയം യശോദയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനിൽ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ നേരെ ജയഭാരതിയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ജയഭാരതി കിടക്കുമായിരിക്കും. അവരെ കാണുന്നതും എഴുന്നേറ്റിരിക്കുക. അന്നേരം മുത്തശ്ശിയും പ്രിയങ്കയും കൂടി കളിയാക്കിക്കൊണ്ട് ജയഭാരതിയുടെ അരികിലെത്തുക. അല്ല, ഇതാരാ? കണിമംഗലത്തെ ജയഭാരതി തമ്പുരാട്ടിയോ? തമ്പുരാട്ടി എന്താണാവോ ഇവിടെ ആറ്റുവാശ്ശേരിയിലെ? ഈ സമയം പ്രിയങ്ക ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് മനസ്സിലായോ? നിങ്ങളെ മനസ്സിലാകാതിരിക്കാൻ എന്താ കുഴപ്പം? എനിക്ക് നിങ്ങളെ നല്ല പോലെ അറിയാം, സുകുമാരിയും പ്രിയങ്കയും അല്ലേ?
ഓ, ഞങ്ങളുടെ പേരുകളൊന്നും മറന്നിട്ടില്ല. അപ്പം ഞങ്ങളോട് നിങ്ങൾ കാണിച്ച ക്രൂരതകളും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഞങ്ങളോട് അത്ര ഉപദ്രവമൊക്കെ ചെയ്തിട്ടും ഞങ്ങളെ അപമാനിക്കാവുന്ന രീതിയിലൊക്കെ അപമാനിച്ചിട്ടും നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം തോന്നി അവസാനം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വന്ന് അഭയം പ്രാപിക്കാൻ? നാണമില്ലല്ലോ നിങ്ങൾക്ക്? അല്പമെങ്കിലും അഭിമാനം ഉണ്ടായെങ്കിൽ നിങ്ങളും നിങ്ങളുടെ മകനുമൊക്കെ ഇവിടെ എൻ്റെ മുത്തശ്ശിയുടെ പേരിലുള്ള ഈ വീട്ടിൽ വന്ന് താമസിക്കുമോ? അതെങ്ങനെയാ അല്പമെങ്കിലും ഉളുപ്പുണ്ടാവണ്ടേ? ഈ സമയം സുകുമാരി പറയണേ, എൻ്റെ ജയഭാരതി അമ്മേ, നിങ്ങളെ അവിടെ കണിമംഗലത്ത് ഞങ്ങൾ താമസിച്ച സമയത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്നറിയോ? എന്തൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അപമാനിച്ചതെന്നറിയോ? അന്നേരമൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങളുടെ അഹങ്കാരമൊക്കെ തീർന്നു അല്ലേ? നിങ്ങളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയത് ഇപ്പോഴാ ഞങ്ങളുടെ മുമ്പിൽ അഭയാർത്ഥിയെ പോലെ ഇങ്ങനെ നിന്ന് ഉരുകേണ്ടി വരുന്നതേ നിങ്ങൾ കാണിച്ച അഹങ്കാരത്തിൻ്റെ ഫലം തന്നെയാണ്. അന്നേരം പ്രിയങ്ക പറയുന്നുണ്ട്, ഞങ്ങളെ ഇത്ര ഉപദ്രവിച്ചതും പോരാ, എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ അതും അധികാരത്തോടെ വന്ന് താമസിക്കാമെന്ന് വിചാരിച്ചോ? അതിന് നിങ്ങളെ ഞാൻ സമ്മതിക്കില്ലതള്ളേ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തിൽ നിൽക്കുവാണ്. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുവാ. പ്രിയങ്കെ, എന്താ ഇത്? മുത്തശ്ശിയോടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏത് മുത്തശ്ശി? എൻ്റെ മുത്തശ്ശി ഇതൊന്നുമല്ല. ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്ന് നമ്മുടെ വീട്ടിൽ ഇടിച്ചു കയറി താമസിക്കുന്നവരെ ബഹുമാനിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അന്നേരം സുകുമാരി പറയണേ, ഇതേ ഈ സുകുമാരിയുടെ വീടാ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കട്ടിലുണ്ടല്ലോ, അത് ഈ സുകുമാരിയുടെ കട്ടിലാ. ചവിട്ടി നിൽക്കുന്ന തറ പോലും ഈ സുകുമാരിയുടെയാണ്. സുകുമാരി, നമുക്ക് കഴിഞ്ഞതെല്ലാം മറന്നൂടെ എന്ന് ജയഭാരതി ചോദിക്കുക. അന്നേരം മുത്തശ്ശി ആട്ടുക, നിങ്ങൾ എന്താ പറയുന്നത്? എന്താ മറക്കേണ്ടത്? നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചേർന്ന് എന്നെ എൻ്റെ പ്രിയങ്ക മോളെ അപമാനിച്ചതോ? അവിടെ നിന്ന് തല്ലി ഇറക്കി വിട്ടതോ? ഒന്നും ഞാൻ മറക്കില്ല. കണിമംഗലത്ത് ജയഭാരതിക്ക് സുഖിക്കാനുള്ള സുഖവാസ കേന്ദ്രമാക്കാനേ ഞാൻ എൻ്റെ വീട് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങളിവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. ഇല്ലെങ്കിൽ ഞാനും എൻ്റെ പ്രിയങ്ക മോളും കൂടി ചേർന്ന് നിങ്ങളിവിടെ നിന്ന് അടിച്ചിറക്കി വിടും. എന്താ അത് ചെയ്യിപ്പിക്കണോ ഞങ്ങളെ കൊണ്ട്? അതൊക്കെ കേൾക്കുന്നതും ഞെട്ടലോടുകൂടി നിൽക്കുവാണ്ടോ ജയഭാരതി അമ്മ. അങ്ങനെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെല്ലാം കേട്ട് അപമാനം സഹിക്കാനാവാതെ ജയഭാരതി അവിടെ നിന്നും പടിയിറങ്ങാൻ തീരുമാനിക്കുവാണ്. അങ്ങനെ മുത്തശ്ശി അവശതയുണ്ടെങ്കിലും അതൊന്നും വകവെക്കാതെ അവിടെ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങുക. ഈ സമയം യശോദ പറയണേ, ജയഭാരതി അമ്മേ, അമ്മ ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇവരിങ്ങനെ പലതും പറയും. ഇവർക്ക് ഈ വീട്ടിൽ ഒരധികാരവും ഇല്ല. യശോദെ, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ യശോദയും തിരുമേനിയൊക്കെ കാണിച്ച സ്നേഹം കണ്ടില്ല എന്ന് വെച്ചുകൊണ്ടല്ല ഞാൻ പോകുന്നത്. ഇനിയും ഈ അപമാനവും കുത്തുവാക്കുകളൊക്കെ കേട്ട് നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് വയ്യ. ഇങ്ങനെ നിൽക്കുന്നതിലും ഭേദം ഭൂമി പിളർന്നങ്ങില്ലാണ്ടായി പോകുന്നത് തന്നെയാ. അതുകൊണ്ട് എന്നെ തടയരുത്. ജയഭാരതി മുത്തശ്ശി, പോവരുത്. വരുണൻ രാധികൊന്ന് വരുന്നവരെങ്കിലും കാത്തു നിന്നൂടെ? വേണ്ട, ഞാനിവിടെ നിന്ന് പോകുന്നത് എൻ്റെ കുട്ടികൾ കാണണ്ട. അവർക്കത് താങ്ങാനാവില്ല. അവരുടെ വിഷമം എനിക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ജയഭാരതിയും അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും ജയഭാരതി അമ്മയുടെ മുമ്പിൽ വന്നിക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, അതെ പോകാൻ വരട്ടെ. അതിനു മുമ്പേ എൻ്റെ മുത്തശ്ശിക്ക് ചില കാര്യങ്ങൾ കൈയോടെ തന്നു തീർക്കാനുണ്ട്. ഈ സമയം സുകുമാരി പറയണേ, അന്ന് ഞങ്ങളെ ആ വീട്ടിൽ നിന്നും നിങ്ങളെങ്ങനെയാണ് തല്ലിയിറക്കിയെന്നറിയോ? എൻ്റെ കാരണത്തിട്ട് തല്ലിയിട്ടാണ് നിങ്ങളവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു തല്ല് തിരികെ തന്നില്ലെങ്കിൽ അതൊരു കടവിട്ട് നിൽക്കില്ലേ? പകരം വീട്ടാനുള്ളതൊക്കെ പിന്നത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ സമയം യശോദ കയറി മുമ്പിൽ നിൽക്കണേ. അമ്മ ഈ ചെയ്യാൻ പോകുന്നതേ ശരിയായിട്ടുള്ള കാര്യമല്ല. ചെയ്യാൻ പോകുന്നത് ഒരു മഹാപാപം തന്നെയാണ്. അത് കേൾക്കുന്നതും സുകുമാരി പറയണേ, ഓ, കണിമംഗലത്തെ ജയമാരുടെ കാരണത്ത് ഞാൻ അടിക്കുവാണെങ്കിൽ അത് മഹാപാതകം ആകുമെങ്കിലേ അത് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നീ മാറി നിൽക്കാൻ നോക്ക്. ഇല്ല, എന്നെ കൊന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. അങ്ങനെയാണോ? മര്യാദയ്ക്ക് എൻ്റെ വഴിക്ക് തടസ്സം നിൽക്കാതെ മാറടി എന്നും പറഞ്ഞ് യശോദനെ തള്ളിത്താഴിടുവാണ്. അതുകൊണ്ട് ജയഭാരതി അമ്മ ഞെട്ടലോടുകൂടി നിൽക്കുക. അതെ, നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ എതിർക്കാനായിട്ട് എൻ്റെ മുമ്പിലേക്ക് ഏതോൾ വന്നാലും ഇത് തന്നെയായിരിക്കും അവളുടെ അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ എന്നും പറഞ്ഞ് കൈവീശി ജയഭാരതി അമ്മയുടെ കാരണത്തടിക്കാൻ തുടങ്ങുമായിരിക്കോട്ടെ മുത്തശ്ശി. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയന്ന് കാരണത്ത് കൈ പിടിച്ച് നിൽക്കുക. അന്നേരം സുകുമാരി അടിക്കുന്നതിന് മുമ്പ് തന്നെ രാധിക അവിടെ എത്തി സുകുമാരിയുടെ കൈ പിടിച്ച് തടയുവാണ്. എന്നിട്ട് ദേഷ്യത്തിൽ സുകുമാരിയോട് പറയണേ, നിങ്ങളിവിടെ പ്രിയനെയും കുട്ടി വന്നത് പകരം ചോദിക്കാനാണല്ലേ? പക്ഷേ നിങ്ങളുടെ ഒരു ചെറു വിരൽ പോലും എൻ്റെ മുത്തശ്ശിയുടെ ദേഹത്ത് വീഴാനേ ഞാൻ സമ്മതിക്കില്ല. ഇതേ കണിമംഗലത്തെ ജയഭാരതി മുത്തശ്ശിയാ. കണിമംഗലം കുടുംബത്തിൻ്റെ പേരിൽ അഹങ്കരിച്ചിട്ടില്ല ഇവരൊരിക്കലും. കുടുംബത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള പ്രവൃത്തികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ മുത്തശ്ശിയുടെ ദേഹത്ത് നിൻ്റെ ഈ അഹങ്കാരം പിടിച്ച മുത്തശ്ശിയുടെയോ ഒരു വിരലെങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അടുക്കളയിലിരിക്കുന്ന കറുകത്തി അത് ഞാൻ എടുക്കും. നിനക്കറിയാലോ, അടുക്കളയിൽ ഞാൻ കത്തി ഉപയോഗിക്കുമ്പോൾ ഞാൻ കത്തി പെരുമാറുന്ന രീതി കണ്ടിട്ട് നീ ആശ്ചര്യത്തോട് ചോദിച്ചിട്ടുണ്ട്.
ചേച്ചിക്ക് എങ്ങനെയാണ് കത്തി ഇത്ര നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്? അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. രാധിക ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആ ലക്ഷ്യത്തിൽ ചെയ്തിരിക്കും. അതുകൊണ്ട് എന്നെക്കൊണ്ട് വെറുതെ നീ കത്തിയെടുപ്പിക്കരുത്. മര്യാദയ്ക്ക് നിൻ്റെ മുത്തശ്ശിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കും. അതെ, നീ എന്നെ അങ്ങനെ പേടിപ്പിച്ച് വിടാമെന്നൊന്നും വിചാരിക്കണ്ട. ഇത് എൻ്റെ വീടാണ്. ഇവിടെ എനിക്ക് അധികാരമുണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ കണിമംഗലത്തെ ജയഭാരതി സുഖിച്ച് വാഴാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വലിയ ബഹളം നടക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും വരുൺ വാഴയിലേക്ക് മുറിച്ച് അകത്തേക്ക് വരുന്നത്. അന്നേരം അവിടെ ഇവിടെ കാണുന്നതും വരുൺ രാധികയോട് ചോദിക്കണേ, രാധികെ എന്താ പ്രശ്നം? എന്താ മുത്തശ്ശി സംഭവിച്ചത്? അന്നേരം ജയഭാരതി അമ്മ കരയണേ, മോനെ വരുണേ. അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഇവരെന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അത് കേൾക്കുന്നതും വരുണിന് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. വരുൺ പറയണേ, അങ്ങനെ മുത്തശ്ശി ഒരിടത്തേക്കും തനിച്ചിറങ്ങി പോകാൻ പോകുന്നില്ല. മുത്തശ്ശിയുടെ കൂടെ ഞാനും വരും. അത് കേൾക്കുമ്പോൾ സുകുമാരിക്കും പ്രിയങ്കയ്ക്കും സന്തോഷമാകുവാണ്. ഈ സമയം രാധിക പറയണേ, വരുൺ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടാന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഇനി ഇവരുടെ അപമാനവും കുത്തുവാക്കുകളും സഹിച്ച് ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു രാധികെ. മോനെ, ഇവർ പറയുന്നൊന്നും കാര്യമൊക്കെയല്ലേ? ദൈവത്തിൽ വരട്ടെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വേണ്ടമ്മേ, കഴിഞ്ഞ തവണ ഇതുപോലെ ഞാൻ ഇറങ്ങാൻ നേരത്ത് എന്നെ ഓരോന്ന് പറഞ്ഞു മുടക്കിയതാ. പക്ഷേ ഇത്തവണ എൻ്റെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല. ഇവരെ തിരുത്താനായിട്ട് ആരെ കൊണ്ടും പറ്റില്ല. എൻ്റെ മുത്തശ്ശീനെ എനിക്ക് തെരുവിലേക്ക് ഇറക്കി വിടാനും പറ്റില്ല. മുത്തശ്ശിക്ക് അധികാരമില്ലാത്ത സ്ഥലത്ത് ഞാനും നിൽക്കുന്നില്ല. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞമ്മേ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശീനെ ചേർത്ത് പിടിച്ച് നിൽക്കുവാണ്ടോ വരുൺ. അന്നേരം രാധിക പറയണേ, അങ്ങനെ വരുൺ തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ വരുണും മുത്തശ്ശി മാത്രം ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അമ്മേ, ഞാനും ഇവരുടെ കൂടെ പോകുവാണ്. അത് കേൾക്കുന്നത് മുത്തശ്ശിക്കും ബ്രേക്കും ഡബിൾ സന്തോഷമാണേ. എന്നാലേ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും കെട്ടിപ്പിറക്കി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഒരു 10 മിനിറ്റ് തരും. അതുവരെ ഞങ്ങളിതാ ഉമ്മർത്ത് വെയിറ്റ് ചെയ്യും. തീരുമാനം അങ്ങനെ മാറ്റി വീണ്ടും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങാന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഈ സുകുമാരിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണും. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും സുകുമാരിയും കൂടി പുറത്തേക്ക് നിൽക്കുക. ഈ സമയം യശോദ വീണ്ടും രാധികയോടും വരുണിനോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം രാധിക പറയണേ, സാരമില്ലമ്മേ, അവർ തന്നെ ജയിക്കട്ടെ. ഒരു 10 മിനിറ്റ് വരും, ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം വരാം. അങ്ങനെ പറഞ്ഞ് രാധിക റൂമിലേക്ക് ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുവാണ്. ഈ സമയം യശോദ രാധികേനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. മോളെ, അമ്മയും പ്രിയങ്കയും കൂടി ഇങ്ങോട്ട് വന്നപ്പോൾ നിന്നെ ഞാൻ വിളിച്ചത് നീ ഉണ്ടെങ്കിൽ അധികം പ്രശ്നത്തിനൊന്നും നിൽക്കില്ലല്ലോ എന്നാ. നിനക്കവരെ അടക്കി നിർത്താൻ പറ്റുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ? ദേവേട്ടൻ വരുന്നെങ്കിലും വരെ ഒന്ന് കാത്തു നിന്നൂടെ? ദേവേട്ടൻ വരട്ടെ, വരണ്ടോട് നമുക്ക് സംസാരിക്കാം. അമ്മേ, ഇനി അതിനൊന്നും കാര്യമില്ല. പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ കളിയാക്കി പറയാറുണ്ടല്ലോ, ജയഭാരതി മുത്തശ്ശി കണിമംഗലത്തെ മഹാറാണി തന്നെയാണെന്ന്. അത് ഒരു ചുരുക്കി പറഞ്ഞ സത്യം തന്നെയാ. മഹാറാണിയായിട്ട് തന്നെയാ മുത്തശ്ശി അവിടെ ജീവിച്ചത്. മുത്തശ്ശീനെ ഒന്ന് വിഷമിപ്പിക്കാൻ ആർക്കും മനസ്സ് വന്നിട്ടില്ല. ഞങ്ങൾ അത്രയ്ക്ക് പൊന്നുപോലെ തന്നെയാണ് മുത്തശ്ശിയെ നോക്കിയത്. മുത്തശ്ശിയുടെ കണ്ണൊന്ന് കലങ്ങിയിട്ടുണ്ടെങ്കിൽ വരുണതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശി ഇത്രയും പറഞ്ഞ് അപമാനിച്ച ആ വീട്ടിൽ വരുൺ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രിയങ്കയും മുത്തശ്ശിയും തന്നെ ജയിക്കട്ടെ. അതിൻ്റെ പേരിൽ സന്തോഷിക്കട്ടെ. മോളെ, നീ എവിടെ പോകാനാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്താണെങ്കിലും ദൈവം കൂടെ ഉണ്ടല്ലോ. ആര് പ്രതീക്ഷയിൽ ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോകും അമ്മേ. ഇതേ സമയം മുത്തശ്ശിയും വരുണും കൂടി സംസാരിക്കുന്നുണ്ട്. മോനെ വരണേ, എന്നെ നീ കണിമംഗലത്ത് തന്നെ ആക്കിത്താ. ഞാൻ അവിടെ തന്നെ നിന്നോളാം. എൻ്റെ പേരിൽ നീ എൻ്റെ അധികം കൂടി ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അത് മുത്തശ്ശിക്ക് സഹിക്കാനാവില്ലടാ. നിങ്ങളിപ്പോൾ ഒന്ന് ജീവിതം പച്ച പിടിച്ച് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം തന്നെ ഇങ്ങനൊരു മാറ്റം അത് വേണ്ടടാ. മുത്തശ്ശിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ മുത്തശ്ശിയുടെ കണ്ണുകൾ നനയാതെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? അത് ഞാൻ ഭംഗിയായിട്ട് തന്നെ പാലിക്കും. തെരുവിലേക്ക് ഇറങ്ങിയിട്ട് കഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, മുത്തശ്ശിയെ ഞാൻ ഒരു ദുഷ്ടശക്തികൾക്ക് മുമ്പിലും ഇനി എറിഞ്ഞു കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞ് ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുവാണ് വരുൺ. ഇതേ സമയം പ്രിയങ്കയെ സുകുമാരിയമ്മയും സന്തോഷത്തിൽ പുറത്ത് കാത്തിരിക്കുക. എന്നാലും ഇത് വല്ലാത്ത സർപ്രൈസായിപ്പോയി അല്ലേ മുത്തശ്ശി? നമ്മളാ ജയഭാരതിയമ്മനെ ഇറക്കി വിടാൻ നോക്കിയതാ. ഇപ്പോൾ വരുണും രാധികയും ഒറ്റടിക്കല്ലേ പോകാൻ പോകുന്നത്? അതിടി മോളെ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3 പക്ഷിയായി. എന്താണെങ്കിലും നമുക്ക് ലാഭമാണല്ലോ. അതാണ് ഈ അഭിമാനത്തിൽ കയറി പിടിച്ചാലുള്ള ഗുണം. ഇന്നവറ്റകൾ തീരുമാനം അങ്ങനെ മാറ്റുമോ? ഒരിക്കലും ഇല്ല മോളെ. അങ്ങനെ ഒരു അടിയല്ലേ നമ്മൾ കൊടുത്തത്. മുത്തശ്ശി, സത്യം പറയാലോ, ഈ കുടുംബത്തിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ഇവർ പറയുമ്പോൾ എന്താണെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴല്ലേ മനസ്സിലായത്, ആ അഭിമാനത്തിലൊന്ന് മുറിവേപ്പിച്ച് കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് വേദനിക്കുമെന്ന്. ഇനിയിപ്പോൾ എല്ലാം കൂടി തെരുവിലിറങ്ങട്ടെ. അതെ, അവർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ പിന്നാലെ തന്നെ നമ്മളും പോകും. അവിടെയും ചെന്ന് വരെ നാളം കെടുത്താനാ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ച് നിൽക്കുമ്പോഴായിരിക്കോട്ടോ ദേവൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് കാണുന്നത്. അത് കാണുന്നതും പ്രിയങ്ക ഞെട്ടുവാ. അയ്യോ മുത്തശ്ശി, ദേ അച്ഛൻ വരുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ? എന്ത്?
അകത്തുള്ളവരെയൊക്കെ നിലക്ക് നിർത്താൻ പറ്റുമെങ്കിൽ പിന്നെ ഇവനെ നിലക്ക് നിർത്താനാണോ പാട്? ഞാൻ പറയുന്നതൊക്കെ ആര് കേൾക്കാനാ? അങ്ങനെ പറഞ്ഞ മുത്തശ്ശി ധൈര്യത്തോടെ തന്നെ നിൽക്കുവാണ്. ഈ സമയം ദേവൻ അവരെ കാണുന്നതും അവരുടെ അരികിലേക്ക് ചിരിച്ചുകൊണ്ട് വരിക. അല്ല, നിങ്ങളെപ്പോൾ വന്നു എന്ന് ചോദിച്ച് നിൽക്കുന്ന ദേവനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്